ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഗ്രൂബൽ ലിയോഡ് ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗ്രൂബൽ ലിയോഡ് ഇൻഡെക്സ് നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ദ ഗ്രൂബൽ ലിയോഡ് ഇൻഡെക്സ് അതായത് GL ഇൻഡെക്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് മെഷർ യൂസ്ഡ് ടു ക്വാണ്ടിഫൈ ദ എക്സ്റ്റെന്റ് ഓഫ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. അതായത് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡിന്റെ IITയുടെ ആ ഒരു അളവ്, ആ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാക്കുന്നതിന്, എത്ര അളവിൽ ട്രേഡ് നടന്നു മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് GL ഇൻഡെക്സ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ടു കൺട്രീസ് ഓർ റീജിയൻസ്, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് റീജിയൻസ് തമ്മിലോ നടന്ന ആ ഒരു ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡിന്റെ വോളിയം മനസ്സിലാക്കുന്ന, അതിന്റെ ഒരു എക്സ്റ്റെന്റ് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണിത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിസ്റ്റ് ഹെർബർട്ട് G. ഗ്രൂബൽ, ഇദ്ദേഹവും ആൻഡ് പീറ്റർ G. ലിയോഡ് എന്ന എക്കണോമിസ്റ്റും 1975 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇൻഡെക്സ് ആണ് ഇത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രൂബൽ ലിയോഡ് ഇൻഡെക്സ്, അതിൽ ഒന്നാമത്തെ പർപ്പസ് ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ ഓവർലാപ്പ് ബിറ്റ്വീൻ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്. അതായത് ഏതാണ് കൂടി നിൽക്കുന്നത്, ഒന്നിന് മേലെ ഒന്ന് ഏതാണ് കൂടി നിൽക്കുന്നത്, ഇമ്പോർട്ട് ആണോ എക്സ്പോർട്ട് ആണോ കൂടി നിൽക്കുന്നത്, ആ ഒരു ഓവർലാപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ഓർ പ്രൊഡക്റ്റ് കാറ്റഗറി. അതായത് ഒരേ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരേ പ്രൊഡക്റ്റ് കാറ്റഗറിയിലുള്ള ഗുഡ്സിന്റെ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് മനസ്സിലാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് ദ ഇൻഡെക്സ് റേഞ്ചസ് ഫ്രം 0 to 1. ആ 0ക്കും 1നും ഇടയിലാണ് അതിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം 0% to 100% ഇങ്ങനെയും പറയാം. ഓക്കെ, ഇതിൽ 0 അതായത് 0% ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. അവിടെ ട്രേഡ് ഒന്നും നടക്കുന്നില്ല, IIT ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം. മീനിങ് എ കൺട്രി ഓൺലി എക്സ്പോർട്ട് ഓർ ഓൺലി ഇമ്പോർട്ട്, അതായത് എക്സ്പോർട്ട് മാത്രം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് മാത്രം ചെയ്യുക ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി, ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ആയെങ്കിലും ഒന്നും മാത്രം നടക്കുന്നതാണ് ഈ 0 കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് 1 or 100%. 1നെ 100% എന്ന് പറയും. ഇത് സൂചിപ്പിക്കുന്നത് ഇൻഡിക്കേറ്റ്സ് ഫുൾ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്, അതായത് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ഫുൾ ആയിട്ട് നടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വേർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഇൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി ആർ ഈക്വൽ ഇൻ വാല്യൂ. അതായത് എത്ര എക്സ്പോർട്ട് ചെയ്യുന്നു അത്രയും തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നു, ആ ഒരു ഈക്വൽ വാല്യൂവിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഇതിന്റെ ഫോർമുല ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാം. GL ഈസ് ഈക്വൽ ടു 1 മൈനസ് x മൈനസ് m ഡിവൈഡഡ് ബൈ x പ്ലസ് m ആണ്. ഓക്കെ, ഇവിടെ വെയർ x എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പോർട്ട് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി, അതായത് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ എക്സ്പോർട്ട് ആണ് ഇവിടെ x കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ m കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ടോട്ടൽ ഇമ്പോർട്ട്സ് ഓഫ് ദ സെയിം ഇൻഡസ്ട്രി. ഇതേ ഇൻഡസ്ട്രി എത്ര ഇമ്പോർട്ട് ചെയ്തു, അതായത് നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ ഇൻഡസ്ട്രി തന്നെ എത്ര ഇമ്പോർട്ട് ചെയ്തെന്ന് കാണിക്കുന്നതാണ് m കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ദ അബ്സല്യൂട്ട് ഡിഫറൻസ് ആണ് ഈ മുകളിൽ വരുന്ന x മൈനസ് m എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ട്രേഡ് ഇംബാലൻസ്, അത് ട്രേഡ് ഇംബാലൻസ് ആണ് ഈ x മൈനസ് m കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കാം. ഹയർ GL വാല്യൂസ് സജസ്റ്റ് എ സിഗ്നിഫിക്കന്റ് ലെവൽ ഓഫ് ട്രേഡ്. അതായത് ഈ GL വാല്യൂ ഉയർന്നതാണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇൻ ബോത്ത് ഡയറക്ഷൻസ് വിത്ത് ഇൻ ദ സെയിം ഇൻഡസ്ട്രി, അതായത് ഒരേ സെയിം ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങോട്ട് രണ്ട് ഡയറക്ഷനിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നല്ല രീതിയിൽ നടക്കുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഹയർ വാല്യൂ സൂചിപ്പിക്കുന്നത്. ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ഡൈവേഴ്സിഫൈഡ് ഓർ അഡ്വാൻസ്ഡ് എക്കണോമീസ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള എക്കണോമീസിൽ, അതായത് ഡെവലപ്ഡ് കൺട്രീസിലാണ് കൂടുതലും ഈ ഹൈ വാല്യൂ GL ഇൻഡെക്സ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ലോവർ വാല്യൂസ് ആണെന്നുണ്ടെങ്കിലോ ലോവർ വാല്യൂസ് ആർ ടിപ്പിക്കൽ ഫോർ എക്കണോമീസ് സ്പെഷ്യലൈസിംഗ് ഇൻ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഓർ ഇൻഡസ്ട്രി. അതായത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ലോവർ വാല്യൂ കിട്ടുന്നത്. അത് ഏതെങ്കിലും ഉൽപ്പന്നം സ്പെഷ്യലൈസ് ചെയ്താൽ ആ ഉൽപ്പന്നം മാത്രമായിരിക്കും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഇൻട്രാ ഇൻഡസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ഈ ഉൽപ്പന്നത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നവർ മാത്രമാണ്. അപ്പം ലോവർ വാല്യൂ കിട്ടുന്നത് ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന കേസിലാണ്. നമുക്കിനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് ട്രേഡ് പോളിസി അനലൈസിസ് ആണ്. അതായത് ഇറ്റ് ഹെൽപ്സ് ഇവാലുവേറ്റ് ട്രേഡ് ലിബറലൈസേഷൻ ഇമ്പാക്ട്സ്. അതായത് ട്രേഡ് ലിബറലൈസേഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാക്കുന്നത്, അതായത് ടാരിഫ്, കോട്ട, എംബാർഗോ അത് എടുത്തു കളയുമ്പോഴത്തേക്ക് അങ്ങനെ എടുത്തു കളയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് മനസ്സിലാക്കുന്നതിന്, സച്ച് ആസ് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്, അതായത് രണ്ട് റീജിയൻസ് തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റ് അവർ രണ്ട് രാജ്യങ്ങൾ ഒപ്പുവെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടാരിഫ്, എംബാർഗോ ഒക്കെ എടുത്തു കളയും. അപ്പം അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാക്കുന്നതിന് ഇത് സഹായകരമാണ്. അടുത്തത് എക്കണോമിക് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അതായത് സ്പെഷ്യലൈസേഷനിൽ നിന്ന് ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക്, സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർ ഇൻഡസ്ട്രി ട്രേഡ്, അതായത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്ന ആ ഒരു മൂവ്മെന്റ് മനസ്സിലാക്കാതെ ട്രാക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അത് ട്രാക്സ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ എക്കണോമീസ് ആസ് ദേ മൂവ് ഫ്രം ഇന്റർ ഇൻഡസ്ട്രി ട്രേഡ് ടു ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് സെക്ടറൽ അനാലിസിസ് ആണ്. അതായത് എക്സ്പ്ലോർസ്
ട്രേഡ് പാറ്റേൺസ് ഇൻ സ്പെസിഫിക് സെക്ടേഴ്സ്, അതായത് ഒരു പ്രത്യേകം ആയിട്ടുള്ള ഇപ്പോൾ ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ്, ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ട്രേഡ് പാറ്റേൺസ്, സ്പെസിഫിക് സെക്ടേഴ്സിലെ ട്രേഡ് പാറ്റേൺസ് മനസ്സിലാക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാം. ഇഫ് എ കൺട്രി എക്സ്പോർട്സ് $50 മില്യൺ വർത്ത് ഓഫ് കാർസ്, അതായത് $50 മില്യൺ മൂല്യമുള്ള കാർ ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുകയാണ്. ബട്ട് ഇമ്പോർട്ട്സ് $30 മില്യൺ വർത്ത്, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നത് $30 മില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് അത് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് അതിന്റെ GL ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദ GL ഇൻഡെക്സ് വുഡ് ബി GL ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യണം. 1 മൈനസ് 50 മൈനസ് 30 ഹോൾ ഡിവൈഡഡ് ബൈ 50 പ്ലസ് 30 എന്ന് വരും. ഓക്കെ, ഇവിടെ 50 എന്ന് പറയുന്നത് എക്സ്പോർട്ടും 30 എന്ന് പറയുന്നത് ഇമ്പോർട്ടുമാണ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 1 മൈനസ് 20/80 എന്ന് വരും, ഈസ് ഈക്വൽ ടു 0.75 അഥവാ 75% എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതൊരു ഹൈ GL വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ദിസ് സജസ്റ്റ് എ ഹൈ ഡിഗ്രി ഓഫ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. അപ്പോൾ ഒരു ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇൻ സെക്ടറിൽ, ഇൻ ഓട്ടോമൊബൈൽ സെക്ടർ. The Grubel Leod Index has been widely used in international trade research and policy making. അതായത് പോളിസി മേക്കിങ്ങിലും ഇന്റർനാഷണൽ ട്രേഡ് റിസർച്ചിലൊക്കെ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇത്. എന്തിനു വേണ്ടിയാണ്? ടു അണ്ടർസ്റ്റാൻഡ് ട്രേഡ് ഇന്റഗ്രേഷൻ ആൻഡ് പാറ്റേൺ, അതായത് ട്രേഡ് ഇന്റഗ്രേഷൻ, പാറ്റേൺസ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.